ബിനോയ്, ഞാൻ പറഞ്ഞല്ലോ പാറശാലയിൽ തുടങ്ങിയതാണ് ജനസഭ. ഇന്നിപ്പോൾ വടക്കാഞ്ചേരി എത്തി നിൽക്കുകയാണ്. ഈ ഞങ്ങളുടെ യാത്രയിലുടനീളം ദേശീയപാതയിലെല്ലാം വലിയ വലിയ ഫ്ലക്സുകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ. മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതാണല്ലോ ചോദ്യം പ്രധാനമായും. ഇപ്പം നോക്കൂ, ഈ കഴിഞ്ഞ 10 വർഷം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് അവകാശപ്പെടുന്നത് ഇടതുമുന്നണി. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വികസനം ഇവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ വോട്ടർമാർക്കൊക്കെ അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമുണ്ടോ? വലിയൊരു പ്രചരണത്തിൻ്റെ ആവശ്യമുണ്ടോ? വികസനം അനുഭവവേദ്യമായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യില്ലേ? ഇപ്പോൾ വലിയൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആവശ്യമുണ്ടോ? ഇടതുമുന്നണി മൂന്നാമതും അധികാരത്തിലെത്തും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണോ? തീർച്ചയായും പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രയോഗമാണ്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനക്ഷേമം, വികസനം, ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2016 ജനങ്ങൾ ഞങ്ങളെ ഭരണമേൽപ്പിക്കുമ്പോൾ അവർ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസവും അതുപോലെ തന്നെ പ്രതീക്ഷയും പൂർണ്ണമായി നിറവേറ്റാൻ വേണ്ടി സാധിച്ചു എന്ന അഭിമാനത്തോടു കൂടിയാണ് വീണ്ടും ഞങ്ങൾ വോട്ടർമാരെ സമീപിക്കുന്നത്. കേരളത്തിൻ്റെ ഈ 10 വർഷം സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. വികസന രംഗത്ത് മുടങ്ങിക്കിടന്ന ഒട്ടനവധി പദ്ധതികൾ നമുക്കറിയാം. ഒരുപക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചിലർ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു, മറ്റ് വികസന കാര്യങ്ങളിൽ കേന്ദ്രീകരണം കുറവാണ് എന്ന ആക്ഷേപം ഞങ്ങൾക്കെതിരായി വ്യാജമായി ഉന്നയിക്കാറുണ്ട്. പക്ഷേ ഈ 10 വർഷക്കാലം ജനങ്ങളോടുള്ള ക്ഷേമവും വികസനവും ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ദേശീയപാത 66 കോൺഗ്രസിൻ്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയതാണ്. ഇപ്പോൾ ഏതാണ്ട് 500 കിലോമീറ്ററോളം അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്തോടു കൂടി തീരദേശ ഹൈവേ, മധ്യഭാഗത്തുകൂടി നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, വാട്ടർ മെട്രോ, വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ഈ കേരളത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കേന്ദ്രം അവഗണിച്ചിരുന്ന അവസ്ഥയിലും കേരള ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടി ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട്. മറിച്ച് മറ്റൊരു വശത്ത് നോക്കുമ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് അധികാരം ലഭിക്കുമ്പോൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപയാണ്. 600 രൂപ തന്നെ 18 മാസക്കാലത്തെ കുടിശ്ശിക. പെൻഷനെ സംബന്ധിച്ച് ഇനി കിട്ടുമോ എന്ന വലിയ ആശങ്ക നിലനിന്നിരുന്ന കാലത്താണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏറ്റവും ആദ്യം തീരുമാനിച്ച ഒരു കാര്യം 1000 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 18 മാസക്കാലത്തെ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർത്തു. ഇന്ന് 1600 ആക്കി, ഇന്ന് 2000 നിൽക്കുകയാണ്. 62 ലക്ഷം പേർക്ക് 2000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിൽ ഏത് സംസ്ഥാനമുണ്ട് എന്ന ചോദ്യത്തിന് കേരളം എന്നാണ് ഉത്തരം. ഇപ്പോൾ നമുക്കറിയാം, വീട്ടമ്മമാരുടെ പദ്ധതി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള 1000 രൂപയുടെ പദ്ധതി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങളത് ഉന്നയിച്ചപ്പോൾ ഇത് നടക്കാൻ പോകുന്നതല്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിട്ടാണ് ഇന്ന് 1000 രൂപ വീട്ടമ്മമാരുടെ കൈകളിലേക്ക് എത്തുകയാണ്. മറുവശത്ത് നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വീടാണ്. 5 ലക്ഷം വീടാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. 5 ലക്ഷം വീട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കേരളത്തിലെ ജനങ്ങളുടെ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. 1 ലക്ഷം വീട് കൂടി ഇപ്പോൾ കൊടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മറുവശത്ത് നമുക്കറിയാം, ചികിത്സാ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ചികിത്സയ്ക്കുള്ള അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് മുടക്കുന്ന തുക കുറച്ചു കൊണ്ടുവരികയാണ്. അവിടെയാണ് കേരളത്തിൽ 25 ലക്ഷം പേർക്ക് കിടത്തി ചികിത്സ സൗജന്യമായി ഏതാണ്ട് 8500 കോടി രൂപയോളം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ, കോവിഡ് കാലത്ത് വിദ്യാഭ്യാസം ലോകത്തെമ്പാടും സ്തംഭിച്ചപ്പോൾ
നമ്മുടെ വിദ്യാർത്ഥികൾ കുട്ടികൾ പഠിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നമുക്ക് ഓൺലൈനിലായി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് 2016 മുമ്പുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാലയങ്ങളല്ല എന്നുള്ളത് ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വലിയ മാറ്റം ആ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു മാറ്റം. റോഡുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. BMBC എന്ന പദം ഒരുപക്ഷെ 2016 മുമ്പ് എത്ര പേർ കേട്ടിട്ടുണ്ടാകും എന്ന് നമുക്ക് സംശയമുള്ള കാര്യമാണ്. ആധുനിക റോഡ് നിർമ്മാണ സംവിധാനത്തെ നമ്മളുടെ റോഡുകളിലേക്ക് കൊണ്ടുവരാനും അതുവഴി 6 മാസക്കാലം കാലവർഷക്കെടുതി നേരിടുന്ന അല്ലെങ്കിൽ കാലവർഷം നേരിടുന്ന നമ്മുടെ കേരളത്തിൽ റോഡുകൾ തകരാതെ ഏതാണ്ട് 75% PWD റോഡുകളും BMBC നിലവാരത്തിലേക്ക് മാറ്റി തീർക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. പാലങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം നമുക്കറിയാം. കോൺഗ്രസിൻ്റെ കാലത്ത് അഴിമതിയുടെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വന്ന പാലാരിവട്ടം പാലം ഉൾപ്പെടെ അത് പുതുക്കി പണിതുകൊണ്ടാണ് ആ രംഗത്ത് വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കാർഷിക മേഖലയിലെ മാറ്റം നമുക്കറിയാം. തരിശ് നിലങ്ങൾ കൃഷി ഇറക്കിക്കൊണ്ട് നെൽ കർഷകർക്ക് ഏറ്റവും ഉയർന്ന താങ്ങുവില കൊടുത്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് വലിയ മുന്നേറ്റം ആ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും കേരളത്തിലെ 10 വർഷക്കാലം തങ്കലിപികളിൽ രേഖപ്പെട്ടിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ആത്മവിശ്വാസമാണ് ഈ വോട്ടെടുപ്പിൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് വളരെ വലുതാണ്. വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ മൂന്നാമതും വരാൻ ഇടതുപക്ഷത്തിന് അധികാരം കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്കുള്ള ആത്മവിശ്വാസം. വലിയ ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ മൂന്നാമതും LDFന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരും. യാതൊരു തർക്കവും ആ കാര്യത്തിലില്ല.